ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് വീണ്ടും കാണുന്നത്. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. എനിക്കങ്ങ് വല്ലാത്തൊരു പനിയും കൊണ്ട് പിടിച്ചു. എപ്പോഴും അസുഖം മാറിയിട്ടൊന്നുമില്ല കേട്ടോ. 2 ദിവസത്തിന് മുമ്പ് ഒന്ന് തല പൊളിച്ചു കേട്ടോ. അന്നേരം വീണ്ടും ശ്വാസം മുട്ടൽ കൊണ്ട് കൂടി, ചുമയും കൂടി. ഇപ്പോഴും ഗുളിക കഴിക്കുന്നുണ്ട്, വല്ലാത്ത ചുമയുണ്ട്. ഇനി വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് നഷ്ടവും, നമ്മുടെ ചാനലിന്. എന്നാലും ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തോടെ ഇരിക്കുക. അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുന്നത് വരെ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ശരീരം നോർമലാകുന്നത് വരെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വിശ്രമം കൊടുക്കുക. ശരീരം നോർമലാകട്ടെ, അസുഖം മാറുന്നത് വരെ ഗുളിക കഴിക്കുക, പുറത്ത് കറങ്ങി നടന്ന് മഴയൊക്കെ നനയാതിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക, പിന്നെ ചെറു ആഹാരം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതലും അസുഖമാണെന്നറിയാം, എങ്കിലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അമ്മമാരില്ലേ, കുറച്ച് കൂടുതൽ അങ്ങോട്ട് മക്കളോടും ഹസ്ബൻഡിനോടൊക്കെ സ്നേഹം പൂത്തൊരയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് സ്ത്രീകൾ. അപ്പം സ്വന്തം ശരീരം നോക്കാതെ, സ്വന്തം ആരോഗ്യസ്ഥിതി നോക്കാതെ കൂടുതൽ അങ്ങോട്ട് മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ക്ഷേമം അന്വേഷിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയാണ് വീക്കാവുന്നതെന്നും ഓർക്കുക. കാരണം എനിക്ക് നന്നായിട്ട് പണി കിട്ടിയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും വിശ്രമത്തിൽ ആയിരുന്നു. നന്നായിട്ട് ഹസ്ബൻഡും മക്കളും എന്നെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ അവർ തന്നെ അങ്ങ് ചെയ്യുമായിരുന്നു. ഡ്രസ്സൊക്കെ മക്കൾ അവരുടേതായിട്ടുള്ള ഡ്രസ്സുകൾ കഴുകും. അതുപോലെ തന്നെ ഇളയമ്മ എനിക്ക് പാത്രമെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തരും. പിന്നെ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കാനൊക്കെ ശ്രമിക്കും. കാരണം ഇത്രയും ദിവസം ചെയ്യാത്ത കാര്യങ്ങൾ ഇതൊക്കെ വരും. പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. കാരണം അലർജി കൂടുതലായിപ്പോയി, വല്ലാത്ത ചുമയും ഏറ്റ് തലപൊങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഫുള്ളും കിടപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം രാവെന്നില്ല പകലെന്നില്ലാതെ കിടക്കയിൽ ആയിരുന്നത്. എപ്പോഴും കിടപ്പായിപ്പോയ ഒരവസ്ഥയിലോട്ട് വന്നത് ഈ ഒരു സാഹചര്യം തോന്നും. അല്ലെങ്കിൽ ഇത്തിരി എങ്ങനെ തല പൊങ്ങാമെങ്കിൽ ഞാൻ എന്നാൽ വീട്ടിലെ സർവ്വകാര്യങ്ങളും നോക്കുമായിരുന്നു. അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് അവനവൻ്റെ ബോഡിയും കൂടുതലായിട്ട് അനുകൂലമായി പ്രതികരിക്കുമെന്ന് വിചാരിക്കരുത്. വീണുപോയ താങ്ങാൻ ആളുണ്ടെങ്കിൽ, അതായത് താങ്ങും പിള്ളയ്ക്ക് തളർച്ച കൂടും എന്നൊരു ചൊല്ലും ഉണ്ടല്ലോ. അപ്പം സഹായിക്കാൻ ആൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്രമിക്കുക. കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഒട്ടും പറ്റില്ല എങ്കിൽ പോലും എന്തെങ്കിലും കഴിച്ച് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ഈ വൈറൽ പനിയാന്ന് തോന്നുന്നു കേട്ടോ, വല്ലാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നേ. ശ്വാസം മുട്ടലുണ്ട് എനിക്കിപ്പോൾ. കുറച്ച് കൂടുതൽ സംസാരിച്ച് എനിക്ക് എപ്പോഴും ചുമ വരും. പിന്നെ ഇത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകാം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ,
ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്. നമ്മൾ ഏത് ബസ്സിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഏത് ആശുപത്രിയിൽ പോകണം, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, അതൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഓരോ കുടുംബത്തിനുണ്ട്, ഓരോ മാതാപിതാക്കൾക്കുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിഗതമായ മൗലിക അവകാശത്തിൽപ്പെടുന്നതാണ്. അല്ലാതെ ഒരു മന്ത്രി വന്ന് വായിട്ട് അലച്ചിട്ട് ഒരു സ്ത്രീയെ തളർത്താമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൊണ്ട് വന്ന് തന്നതല്ല. നമുക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും അത് ആരുടെയും മന്ത്രിമാരുടെ കുടുംബസ്വത്തോ ഒന്നുമല്ല. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ ഇത്രയേറെ അധിക്ഷേപിച്ച് പറഞ്ഞ ഗതാഗത മന്ത്രിയാണ് രാജിവെച്ച് പുറത്തു പോകാനുള്ളത്. എന്നാലും എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ശക്തമായിട്ട് ഇതിനെ പൊളിച്ചടുക്കി കൊടുക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന നിങ്ങളുള്ളത്. മാക്സിമം നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്രിയദർശിനി തന്നെ പോകണം. കാരണം ഇത് അവരുടെ വാഗ്ദാനമായിരുന്നു. അല്ല, നമ്മൾ ആരും കോൺഗ്രസ്സുകാരോടോ അല്ലെങ്കിൽ ഇപ്പോൾ LDFനോടോ ആരോടും ചെന്ന് നമുക്കിത് വേണം എന്ന് പറഞ്ഞിട്ടല്ല അവരും പ്രകടന പത്രിക ഇറക്കിയത്. അപ്പോൾ നമ്മളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ അത് നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ അവകാശമാണ്. അല്ലാതെ നമുക്കിത് അവർ ഔദാര്യമാക്കി തരുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ദാനം തരുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന ചെറുതും വലുതുമായ നികുതികൾ അത് അവർ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ വ്യക്തികളെ വോട്ട് കൊടുത്ത് അധികാരസ്ഥാനങ്ങളിലേക്ക് ഇരുത്തുന്നത്. അപ്പോൾ അധികാരം കിട്ടിക്കഴിയുമ്പം അധികാരികൾ അവരുടെ നിലയും വിലയും മറന്നു പോകുന്നത് അത് അവരുടെ കുറവാണ്, നമ്മുടെ കുറവല്ല. കാരണം നമ്മൾ സ്ത്രീകൾ ചെന്ന് അവരോട് പറഞ്ഞില്ല നമ്മൾ ദരിദ്രരാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്നു, നമുക്ക് ബസ് ഫെയർ ലാഭിക്കണം, നിങ്ങൾ കാശ് തരണം, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും ആരും ഒരു നിവേദനവും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, അവർക്ക് അധികാരം കിട്ടാൻ അവർ കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്താണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്നും അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഓരോ കുടുംബത്തിന് കൊണ്ടുവരുമെന്നും പിന്നെ യുവജനങ്ങൾക്ക് സംരംഭം തുടങ്ങാനുള്ള ധനസഹായം, അതായത് പലിശരഹിത ലോൺ കൊടുക്കാമെന്നൊക്കെ ഒരു വാഗ്ദാനങ്ങൾ, 3000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് നമ്മുടെ വയോജനങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാം എന്നെല്ലാം അവർ തന്നെയാണ് വാഗ്ദാനം ചെയ്തത്. അപ്പം ഇതെല്ലാം പോയി വാഗ്ദാനത്തിൽ കൊണ്ട് ഇടാം എന്ന് അവർ തന്നെയാണ് വ്യാമോഹിച്ചത്. എന്തുകൊണ്ടാണ് പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവർ കൊണ്ടുവന്നത്?
യുവമോർച്ച മഹിളകൾക്ക് തന്നെയാണ് അതിനൊരു ക്രെഡിറ്റ് കൊടുക്കാനുള്ളത്. കാരണം ഇറങ്ങി ഇവർ അധികാരത്തിൽ വന്നു 10-20 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അവർ സമരം ചെയ്തു. ആ ഒരു നാണക്കേട് മാറ്റാനും വേണ്ടിയിട്ടാണ് പ്രിയദർശിനി എന്ന പേര് ഈ സൗജന്യ യാത്ര കൊണ്ടുവന്നത്. അവർ ആ ഒരു സമരം നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതും വെള്ളത്തിൽ വരച്ച രേഖ പോലെ മാറിയേനായിരുന്നു. അപ്പം ഇപ്പം കിടന്ന് മോങ്ങിയിട്ട് എന്താണ് കാര്യം? അപ്പം നമ്മൾ സ്ത്രീകൾ അബലകളല്ല. നമ്മൾ തൻ്റെ ഇടത്തോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തി കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തയ്യലോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു തയ്യൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തേനോ നിങ്ങൾ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയദർശിനി വാഹനത്തിൽ തന്നെ കയറണം. കാരണം നമ്മുടെ അവകാശമാണത്. നമ്മളെ തളർത്തി നമ്മൾ പരിഹസിച്ച് നിന്ദിച്ചിട്ട് നമ്മുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്യും? ഈ ഒരു സൗജന്യ യാത്ര നിർത്തലാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ ചെന്ന് വീണു പോകരുത്. ഇനി ദൂരോട്ടുള്ള ബസ്സാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലോങ് ബസ്സാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള സ്റ്റോപ്പാണ് ഇറങ്ങാമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, എവിടെയാണോ അവസാനിക്കുന്നത് അതുവരെയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് അവരെ അങ്ങ് മാക്സിമം സഹായിച്ചു കൊടുക്കുക. കാരണം ഇത്രയേറെ അപമാനിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികാരം നമ്മൾ സ്ത്രീകൾ ചെയ്യണം. കാരണം യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ഒരു പണി ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയേറെ മോശത്തോടു കൂടിയാണ് സ്ത്രീകളോട് നമ്മുടെ ഗതാഗത മന്ത്രി സംസാരിച്ചത്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല നിലവാരത്തിൽ വിദ്യാഭ്യാസം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യണം. കാരണം ഗതാഗത മന്ത്രിയുടെ മക്കളും പേരക്കുഞ്ഞുങ്ങളും ഒന്നും വന്ന് ഈ നിങ്ങളെ അധിക്ഷേപിച്ചതുപോലെ ഉള്ള ഇടങ്ങളിൽ പോയി ഒന്നും അല്ല അവർ വിദ്യാഭ്യാസം ചെയ്യുന്നതും അവർ ജീവിക്കുന്ന രീതി. അവരൊക്കെ രാജിക സുഖം പോലെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ നികുതി പണം എടുത്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നികുതി പണം എടുത്ത് അവർ രാജാക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ അവരുടെ ഭാവിക്ക് എത്രമാത്രം നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാമോ ആ രീതിയിൽ വിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. മനുഷ്യത്വമുള്ള നല്ല വ്യക്തിത്വമുള്ള നല്ല അഭിമാനികളായി വളർത്തുക കുഞ്ഞുങ്ങളെ. ഇനി അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം ബസ് ഫെയർ ഇല്ല, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സിനാണ് നിങ്ങൾ പഠിക്കാൻ വിടുന്നത്, ബസ് ഫെയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി മന്ത്രി അങ്ങനെ പറഞ്ഞില്ലേ, ഇനി നാണക്കേടില്ലേ നമുക്ക് ആ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ എന്ന് ഒരു തരത്തിലുള്ള അപകർഷബോധവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇത് യാത്ര ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മൾ ഓരോ സ്ത്രീകൾക്കുണ്ട്. അത് അവർ പറഞ്ഞ വാഗ്ദാനം, അവർക്ക് അധികാരം കിട്ടാനായിട്ട് അവർ പറഞ്ഞ വാഗ്ദാനം അവർ പാലിക്കപ്പെടേണ്ടതും പാലിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. യുവമോർച്ച മഹിളകൾ അവരുടെ ആ സമരം, ആ ഒറ്റ സമരം കൊണ്ട് തന്നെയാണ് ഇവർ നേരത്തെ ഇത് പ്രാവർത്തികമാക്കിയത്. അപ്പം മാക്സിമം നമ്മളത് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അല്പം പോലും വിവരമില്ലാത്ത ഉളുപ്പില്ലാത്ത വ്യക്തികൾ ആണ് നമ്മുടെ ഇപ്പോഴുള്ള മന്ത്രിസഭയിലുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ സഭയെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം 10 രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മണിയാശം പറഞ്ഞത് കേട്ടില്ലേ? അപ്പം ആ ടൈപ്പുകൾ തന്നെയാണ് ഇപ്പോഴുള്ളതും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ അഭിമാനം നമ്മൾ വ്രണപ്പെടുത്തരുത്. നമ്മുടെ മനസ്സിന് ഒരു തരത്തിൽ നമ്മൾ വീക്കാകാൻ അനുവദിക്കരുത്. നിങ്ങൾ യാത്ര ചെയ്യുക, കുഞ്ഞുങ്ങളെന്തെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നു എങ്കിൽ അതിനായിട്ട് നിങ്ങൾ അവരെ പറഞ്ഞു വിടുക. മാക്സിമം പ്രിയദർശിനി ഉപയോഗിക്കണം. അവരൊരിക്കലും വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വേർതിരിവെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അല്ല ഇതിൽ മറ്റുള്ള മാനദണ്ഡങ്ങൾ വച്ചിട്ടില്ല. അപ്പം പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ
ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ജോലിക്കാരാണെങ്കിൽ പ്രൈവറ്റ് ജോലിക്കാരോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവകാശം അത് മാക്സിമം യൂസ് ചെയ്യുക എന്ന് മാത്രമേ പറയാവൂ. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ, മാറിപ്പോയി കഴിഞ്ഞാൽ ഇവരിത് നിർത്തലാക്കും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി ജനങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പം ഒരിക്കലും ഇത് നിർത്തലാക്കാൻ ഉള്ളൊരവസരം കൊടുക്കാതിരിക്കുക, മാക്സിമം ഉപയോഗിക്കുക. കാരണം നമ്മുടെ അവകാശം ഇങ്ങനെയെങ്കിലും ഒന്ന് കിട്ടട്ടെ. കാരണം സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ് ഒരു പെൻഷൻ കൊണ്ടുവന്നിട്ട് അത് കണ്ടില്ലേ നിർത്തലാക്കിയ. അപ്പം അതൊക്കെ എന്നെ പോലുള്ള ഒരു പണിക്ക് ഒന്നിനും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു 1000 രൂപയെന്ന് പറഞ്ഞ് എന്താണ്, നമുക്കതൊരു ഉപകാരത്തിൽ പെടുത്താമായിരുന്നു. പക്ഷെ അതിനെ നിർത്തലാക്കി. അപ്പം നമുക്ക് കിട്ടുന്ന അവകാശം, നമുക്ക് കിട്ടുന്ന നമ്മുടെ അവകാശത്തെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അത് ആരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. നമ്മുടെ നികുതി ഇനം അത് ഓരോ തരത്തിലായിട്ട് വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മന്ത്രിമാരുടെ കുടുംബസ്വത്തോ തറവാട് സ്വത്തോ അവരുടെ കുടുംബത്തിൽ നിന്നും ഒരു നയാ പൈസയുടെ ഫലം പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അപ്പം നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്താനുള്ളത്. നമ്മുടെ മനസ്സ് തളർന്നു പോകാതെ മാക്സിമം നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ മുന്നോട്ട് പോകാൻ. മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു.